ആകാശവാണി മൻ കി ബാത്ത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം. എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നമസ്കാരം. മൻ കി ബാത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. രാജ്യത്തുടനീളം ഉത്സവങ്ങളുടെ ആവേശമലതല്ലുന്ന സമയത്താണ് ഈ അധ്യായം നടക്കുന്നത്. വരാനിരിക്കുന്ന എല്ലാ ഉത്സവങ്ങൾക്കും നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ. സുഹൃത്തുക്കളെ, ഉത്സവങ്ങളുടെ ഈ ആഹ്ലാദത്തിനിടയിൽ ഡൽഹിയിൽ നിന്നുള്ള ഒരു വാർത്തയിൽ നിന്ന് ഞാൻ മൻ കി ബാത്ത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഈ മാസം ആദ്യം ഗാന്ധി ജയന്തി ദിനത്തിൽ ഡൽഹിയിൽ ഖാദിയുടെ റെക്കോർഡ് വിൽപ്പന നടന്നിരുന്നു. ഇവിടെ കൊണാട്ട് പ്ലേസിലെ ഒരു ഖാദി സ്റ്റോറിൽ ഒറ്റ ദിവസം കൊണ്ട് 1.5 കോടിയിലധികം രൂപയുടെ സാധനങ്ങൾ ആളുകൾ വാങ്ങി. ഈ മാസം നടക്കുന്ന ഖാദി മഹോത്സവം അതിൻ്റെ പഴയ വിൽപ്പന റെക്കോർഡുകളെല്ലാം തന്നെ തകർത്തിരിക്കുകയാണ്. ഒരു കാര്യം കൂടി അറിഞ്ഞാൽ നന്നായിരിക്കും. 10 വർഷം മുമ്പ് രാജ്യത്ത് ഖാദി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന 30,000 കോടി രൂപയിൽ താഴെയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഏകദേശം 1.25 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചിരിക്കുകയാണ്. ഖാദിയുടെ വിൽപ്പന വർദ്ധിക്കുക എന്നതിനർത്ഥം അതിൻ്റെ പ്രയോജനങ്ങൾ നഗരം മുതൽ ഗ്രാമം വരെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നുവെന്നാണ്. നമ്മുടെ നെയ്ത്തുകാർ, കരകൗശല വിദഗ്ധർ, നമ്മുടെ കർഷകർ, ആയുർവേദ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കുടിൽ വ്യവസായങ്ങൾ എല്ലാവർക്കും ഈ വിൽപ്പനയുടെ പ്രയോജനം ലഭിക്കുന്നു. ഇത് വോക്കൽ ഫോർ ലോക്കൽ എന്ന ക്യാമ്പയിൻ്റെ ശക്തിയാണ്. ക്രമേണ എല്ലാ നാട്ടുകാരുടെയും പിന്തുണയും വർദ്ധിച്ചു വരികയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് ഒരഭ്യർത്ഥന കൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വളരെ നിർബന്ധപൂർവ്വം അക്കാര്യം ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെപ്പോഴെങ്കിലും ഒരു വിനോദസഞ്ചാരത്തിനോ തീർത്ഥാടനത്തിനോ പോവുകയാണെങ്കിൽ അവിടെയുള്ള പ്രാദേശിക കലാകാരന്മാർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങണം. യാത്രയിൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള ബജറ്റിൽ പ്രധാന മുൻഗണനയായി പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രീതി തുടരുക. അത് 10% 20% നിങ്ങളുടെ ബജറ്റ് അനുവദിക്കുന്ന അത്രയും തുക പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനായി ചെലവഴിക്കുക. സുഹൃത്തുക്കളെ, എല്ലാ തവണയും പോലെ ഇത്തവണയും നമ്മുടെ ഉത്സവങ്ങളിൽ നമ്മുടെ മുൻഗണന വോക്കൽ ഫോർ ലോക്കൽ എന്നതിനാകണം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ സ്വപ്നമായ സ്വാശ്രയ ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാം. ഇപ്രാവശ്യം എൻ്റെ നാട്ടുകാരിൽ ഒരാളുടെ വിയർപ്പിൻ്റെ മണമുള്ള എൻ്റെ നാട്ടിലെ ഒരു യുവാവിൻ്റെ കഴിവുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നം കൊണ്ട് നമുക്ക് നമ്മുടെ വീട് അലങ്കരിക്കാം. ആ ഉൽപ്പന്നം നമ്മുടെ നാട്ടുകാർക്ക് തൊഴിൽ നൽകിയിട്ടുള്ളതാകാം. അവ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ളതാകാം. അത്തരം പ്രാദേശിക വസ്തുക്കൾ നമുക്ക് വാങ്ങാം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. വോക്കൽ ഫോർ ലോക്കൽ എന്ന ഈ ആവേശം ഫെസ്റ്റിവൽ ഷോപ്പിങ്ങിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, ആളുകൾ ദീപാവലി ദിനത്തിൽ വിളക്കുകൾ വാങ്ങുകയും തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വോക്കൽ ഫോർ ലോക്കൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇതൊരു തുടക്കം മാത്രമാണ്. നമുക്ക് വളരെയേറെ മുന്നേറേണ്ടതുണ്ട്. ജീവിതത്തിൻ്റെ ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയായാലും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ എല്ലാം ലഭ്യമാണ്. ഈ കാഴ്ചപ്പാട് ചെറുകിട കച്ചവടക്കാരിൽ നിന്നും വഴിയോര കച്ചവടക്കാരിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇന്ന് ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറുകയാണ്. പല വലിയ ബ്രാൻഡുകളും അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നു. നാം ആ ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ മെയ്ക്ക് ഇൻ ഇന്ത്യക്ക് ഉത്തേജനം ലഭിക്കും. അതിലൂടെ ലോക്കലിന് വോക്കൽ ലഭിക്കും. അതെ, അത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ നാടിൻ്റെ അഭിമാനമായ UPI ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനത്തിലൂടെ പേയ്മെൻറ്റ് നടത്തുന്നത് ശീലമാക്കുക. ആ ഉൽപ്പന്നത്തോടൊപ്പമോ ആ കരകൗശല വിദഗ്ധനോടൊപ്പമോ ഒരു സെൽഫി നമോ ആപ്പിലൂടെ എനിക്ക് ഷെയർ ചെയ്യുക. അതും മെയ്ഡ് ഇൻ ഇന്ത്യ സ്മാർട്ട് ഫോണിലൂടെ. ആ പോസ്റ്റുകളിൽ ചിലത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കിടും. അതുവഴി മറ്റുള്ളവർക്കും വോക്കൽ ഫോർ ലോക്കൽ എന്നതിലേക്ക് പ്രചോദനം ലഭിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾ ഭാരതത്തിൽ നിർമ്മിച്ചതും ഭാരതീയർ നിർമ്മിച്ചതുമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ദീപാവലി തിളക്കമാർന്നതാക്കുകയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ചെറിയ ആവശ്യങ്ങളും പ്രാദേശികമായി നിറവേറ്റുകയും ചെയ്യുമ്പോൾ ദീപാവലിയുടെ തിളക്കം വർദ്ധിക്കും. അതോടൊപ്പം ആ കരകൗശല വിദഗ്ധരുടെ ജീവിതത്തിൽ ഒരു പുതിയ ദീപാവലി വരും. ജീവിതത്തിൽ ഒരു പുതിയ പ്രഭാതം വിടരും. അവരുടെ ജീവിതം മെച്ചപ്പെടും. ഭാരതത്തെ സ്വയം പര്യാപ്തമാക്കുക. മെയ്ക്ക് ഇൻ ഇന്ത്യ തിരഞ്ഞെടുക്കുന്നത് തുടരുക. അതുവഴി നിങ്ങളോടൊപ്പം കോടിക്കണക്കിന് പൗരന്മാരുടെ ദീപാവലി അതിശയകരവും സജീവവും
തിളക്കമുറ്റതും രസകരവുമാകും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒക്ടോബർ 31 നമുക്കെല്ലാവർക്കും വളരെ സവിശേഷമായ ദിവസമാണ്. ഈ ദിവസം നാം ഉരുക്കുമനുഷ്യൻ സർദാർ വല്ലഭഭായ് പട്ടേലിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നു. നമ്മൾ ഭാരതീയർ പല കാരണങ്ങളാൽ അദ്ദേഹത്തെ ഓർക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ഏറ്റവും വലിയ കാരണം രാജ്യത്തെ 580-ലധികം നാട്ടുരാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച അനുപമമായ പങ്കാണ്. എല്ലാ വർഷവും ഒക്ടോബർ 31 ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലാണ് ഐക്യദിനവുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങ് നടക്കുന്നത്. ഇതുകൂടാതെ ഡൽഹിയിൽ കർത്തവ്യപഥത്തിൽ വളരെ സവിശേഷമായ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഈയിടെ നാട്ടിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും എല്ലാ വീടുകളിൽ നിന്നും മണ്ണ് ശേഖരിക്കാൻ ഞാൻ അഭ്യർത്ഥിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. എല്ലാ വീടുകളിൽ നിന്നും മണ്ണ് ശേഖരിച്ച് കലശത്തിൽ സൂക്ഷിച്ച ശേഷം അമൃത കലശ യാത്രകൾ പുറപ്പെട്ടു. രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും ശേഖരിച്ച മണ്ണുമായി ആയിരക്കണക്കിന് അമൃത കലശ യാത്രകൾ ഇപ്പോൾ ഡൽഹിയിലെത്തുകയാണ്. ഇവിടെ ഡൽഹിയിൽ ആ മണ്ണ് കൂറ്റൻ ഭാരത കലശത്തിലിടും. ഈ പുണ്യമണ്ണുകൊണ്ട് ഡൽഹിയിൽ അമൃത്വാടിക പണിയും. രാജ്യത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള അമൃത് മഹോത്സവത്തിൻ്റെ മഹത്തായ പൈതൃക സ്മാരകമായി ഇത് നിലനിൽക്കും. കഴിഞ്ഞ 2.5 വർഷമായി രാജ്യത്തുടനീളം നടന്നുവരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത് മഹോത്സവം ഒക്ടോബർ 31 സമാപിക്കും. നിങ്ങളെല്ലാവരും ചേർന്ന് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഉത്സവങ്ങളിലൊന്നായി ഇതിനെ മാറ്റി. തങ്ങളുടെ പോരാളികളെ ആദരിക്കുന്നതിലൂടെ, എല്ലാ വീട്ടിലും ത്രിവർണ്ണ പതാക ഉയർത്തിയതിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത് മഹോത്സവത്തിൽ ആളുകൾ അവരുടെ പ്രാദേശിക ചരിത്രത്തിന് പുതിയ വ്യക്തിത്വം നൽകി. ഈ കാലയളവിൽ സാമൂഹിക സേവനത്തിൻ്റെ അത്ഭുതകരമായ ഉദാഹരണങ്ങളും കണ്ടു. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് മറ്റൊരു സന്തോഷ വാർത്ത പറയുകയാണ്. പ്രത്യേകിച്ച് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന അഭിനിവേശവും സ്വപ്നങ്ങളും നിശ്ചയദാർഢ്യവുമുള്ള എൻ്റെ യുവാക്കളോടും യുവതികളോടും പറയുകയാണ്. ഈ സന്തോഷ വാർത്ത എൻ്റെ നാട്ടുകാർക്ക് മാത്രമല്ല, യുവസുഹൃത്തുക്കളെ, നിങ്ങൾക്കും കൂടി ഉള്ളതാണ്. 2 ദിവസത്തിന് ശേഷം ഒക്ടോബർ 31 രാജ്യവ്യാപകമായ ഒരു വലിയ സംഘടനയുടെ അടിത്തറ പാകുകയാണ്. അതും സർദാർ സാഹിബിൻ്റെ ജന്മദിനത്തിൽ. ഈ സംഘടനയുടെ പേര് മൈ യങ് ഇന്ത്യ, അതായത് മൈ ഭാരത് ഓർഗനൈസേഷൻ. ഭാരതത്തിലെ യുവാക്കൾക്ക് വിവിധ രാഷ്ട്രനിർമ്മാണ പരിപാടികളിൽ സജീവ പങ്കുവഹിക്കാൻ അവസരം ലഭിക്കും. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ ഭാരതത്തിൻ്റെ യുവശക്തിയെ ഏകോപിപ്പിക്കുന്നതിനുള്ള അതുല്യമായ യത്നമാണിത്. യുവഭാരതിൻ്റെ വെബ്സൈറ്റായ മൈ ഭാരത് ലോഞ്ച് ചെയ്യാനൊരുങ്ങുകയാണ്. ഞാൻ യുവാക്കളോട് വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്, എൻ്റെ രാജ്യത്തെ എല്ലാ പുത്രന്മാരും പുത്രിമാരും mybharat.gov.in രജിസ്റ്റർ ചെയ്യുകയും വിവിധ പ്രോഗ്രാമുകൾക്കായി സൈൻ അപ്പ് ചെയ്യുകയും ചെയ്യുക. മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ചരമവാർഷികം കൂടിയാണ് ഒക്ടോബർ 31. അവർക്കെൻ്റെ ഹൃദയംഗമമായ ആദരാഞ്ജലി അർപ്പിക്കുന്നു. എൻ്റെ കുടുംബാംഗങ്ങളെ, നമ്മുടെ സാഹിത്യം ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന വികാരത്തെ ആഴത്തിലാക്കാനുള്ള മികച്ച മാധ്യമങ്ങളിലൊന്നാണ്. തമിഴ്നാടിൻ്റെ മഹത്തായ പൈതൃകവുമായി ബന്ധപ്പെട്ട വളരെ പ്രചോദനാത്മകമായ 2 ശ്രമങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. പ്രശസ്ത തമിഴ് എഴുത്തുകാരി സഹോദരി ശ്രീമതി ശിവശങ്കരിയെക്കുറിച്ച് അറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. അവർ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്, നിറ്റ് ഇന്ത്യ ത്രൂ ലിറ്ററേച്ചർ. അതിൻ്റെ അർത്ഥം സാഹിത്യത്തിലൂടെ രാജ്യത്തെ ബന്ധിപ്പിക്കുക എന്നതാണ്. കഴിഞ്ഞ 16 വർഷമായി അവർ ഈ പദ്ധതിയിൽ പ്രവർത്തിക്കുന്നു. ഈ പദ്ധതിയിലൂടെ അവർ 18 ഇന്ത്യൻ ഭാഷകളിൽ എഴുതപ്പെട്ട കൃതികൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും ഇംഫാൽ മുതൽ ജയ്സാൽമീർ വരെയും രാജ്യത്തുടനീളം അവർ നിരവധി തവണ സഞ്ചരിച്ചു. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരെയും കവികളെയും അഭിമുഖം നടത്താൻ കഴിഞ്ഞു. ശ്രീമതി ശിവശങ്കരി വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് യാത്രാവിവരണങ്ങളും പ്രസിദ്ധീകരിച്ചു. ഇത് തമിഴിലും ഇംഗ്ലീഷിലുമുണ്ട്. ഈ പ്രോജക്റ്റിൽ 4 വലിയ വോളിയങ്ങളുണ്ട്. ഓരോ വോളിയവും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്നു. അവരുടെ നിശ്ചയദാർഢ്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. സുഹൃത്തുക്കളെ, കന്യാകുമാരിയിലെ ശ്രീ AK പെരുമാളിൻ്റെ പ്രവർത്തനവും വളരെ പ്രചോദനകരമാണ്. തമിഴകത്തിൻ്റെ കഥ പറച്ചിൽ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിൽ സ്തുത്യർഹമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. കഴിഞ്ഞ 40 വർഷമായി അദ്ദേഹം ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇതിനായി അദ്ദേഹം തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് നാടൻ കലാരൂപങ്ങൾ കണ്ടെത്തി അവയെ തൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗമാക്കുന്നു. അത്തരത്തിലുള്ള 100ഓളം പുസ്തകങ്ങൾ
അദ്ദേഹം ഇതുവരെ എഴുതിയിട്ടുണ്ടെന്നറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും. ഇതുകൂടാതെ ശ്രീ പെരുമാളിന് മറ്റൊരു അഭിനിവേശമുണ്ട്. തമിഴ്നാട്ടിലെ ക്ഷേത്ര സംസ്കാരത്തെക്കുറിച്ച് ഗവേഷണം നടത്താൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു. അവിടുത്തെ നാടൻ കലാകാരന്മാർക്ക് പ്രയോജനപ്പെടുന്ന തുകൽ പാവകളെക്കുറിച്ച് അദ്ദേഹം ധാരാളം ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ശ്രീമതി ശിവശങ്കരിയുടെയും ശ്രീ എ കെ പെരുമാളിൻ്റെയും പ്രയത്നം എല്ലാവർക്കും മാതൃകയാണ്. നമ്മുടെ ദേശീയ ഐക്യത്തെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, രാജ്യത്തിൻ്റെ പേര്, രാജ്യത്തിൻ്റെ അഭിമാനം എല്ലാം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന അതിൻ്റെ സംസ്കാരം സംരക്ഷിക്കുന്നതിനുള്ള ഇത്തരം ഓരോ ശ്രമങ്ങളിലും ഭാരതം അഭിമാനിക്കുന്നു. എൻ്റെ കുടുംബാംഗങ്ങളെ, നവംബർ 15-ന് രാജ്യം മുഴുവൻ ആദിവാസി അഭിമാന ദിനം ആഘോഷിക്കും. ഈ പ്രത്യേക ദിവസം ബിർസ മുണ്ട ഭഗവാന്റെ ജന്മവാർഷികമാണ്. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലാണ് ബിർസ മുണ്ട പ്രഭു കുടികൊള്ളുന്നത്. യഥാർത്ഥ ധൈര്യം എന്താണെന്നും ഓരോരുത്തരും തൻ്റെ നിശ്ചയദാർഢ്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നതിൻ്റെ അർത്ഥമെന്തെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. അദ്ദേഹം ഒരിക്കലും വിദേശ ഭരണം അംഗീകരിച്ചില്ല. അനീതിക്കിടമില്ലാത്ത ഒരു സമൂഹമാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്. ഓരോ വ്യക്തിക്കും ആദരവും സമത്വവുമുള്ള ജീവിതം ലഭിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ബിർസ മുണ്ട പ്രഭു എപ്പോഴും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിന് ഊന്നൽ നൽകിയിരുന്നു. ഇന്നും നമ്മുടെ ആദിവാസി സഹോദരങ്ങൾ പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി എല്ലാ വിധത്തിലുമുള്ള സമർപ്പണം ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമുക്കെല്ലാവർക്കും നമ്മുടെ ആദിവാസി സഹോദരങ്ങളുടെ ഈ പ്രവർത്തനം വലിയ പ്രചോദനമാണ്. സുഹൃത്തുക്കളെ, നാളെ, അതായത് ഒക്ടോബർ 30, ഗോവിന്ദ് ഗുരുജിയുടെ ചരമവാർഷികം കൂടിയാണ്. ഗോവിന്ദ് ഗുരുജിക്ക് നമ്മുടെ ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും ഗോത്രവർഗക്കാരുടെയും ദരിദ്രരുടെയും ജീവിതത്തിൽ വളരെ സവിശേഷമായ പ്രാധാന്യമുണ്ട്. ഗോവിന്ദ് ഗുരുജിക്കും ഞാൻ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നവംബർ മാസത്തിൽ നമ്മൾ മാൻഗഡ് കൂട്ടക്കൊലയുടെ വാർഷികവും ആചരിക്കുന്നു. ആ കൂട്ടക്കൊലയിൽ രക്തസാക്ഷികളായ ഭാരതമാതാവിൻ്റെ എല്ലാ സന്താനങ്ങളെയും അഭിവാദ്യം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിന് ഗോത്രയോദ്ധാക്കളുടെ സമ്പന്നമായ ചരിത്രമുണ്ട്. അനീതിക്കെതിരെ മഹാനായ തിൽക മാഞ്ചിയുടെ കാഹളം മുഴങ്ങിയത് ഈ ഭാരത മണ്ണിലാണ്. ഈ മണ്ണിൽ നിന്നാണ് സിദ്ധോ കാൻഹു സമത്വത്തിനായി ശബ്ദമുയർത്തിയത്. ടെൻഡ്യ ഭീൽ എന്ന പോരാളി നമ്മുടെ മണ്ണിൽ ജനിച്ചതിൽ നമുക്ക് അഭിമാനിക്കാം. രക്തസാക്ഷി വീർ നാരായൺ സിംഗിനെ നമുക്ക് പൂർണ്ണ ഭക്തിയോടെ സ്മരിക്കാം. വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ തൻ്റെ ആൾക്കാർക്കൊപ്പം നിന്നവൻ, ധൈര്യശാലി. അത് രാംജി ഗോണ്ടായാലും വീർ ഗുണ്ടാധൂരായാലും ഭീമ നായകായാലും അവരുടെയൊക്കെ ധൈര്യം ഇപ്പോഴും നമ്മെ പ്രചോദിപ്പിക്കുന്നു. അല്ലൂരി സീതാറാം രാജു ആദിവാസി സഹോദരന്മാരിൽ പകർന്നു നൽകിയ ഊർജം രാജ്യം ഇന്നും ഓർക്കുന്നു. നോർത്ത് ഈസ്റ്റിലെ കിയാങ് നൊബാങ്, റാണി ഗൈഡിൻലിയു തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ നിന്നും നമുക്ക് ധാരാളം പ്രചോദനം ലഭിക്കുന്നു. രാജമോഹിനി ദേവി, റാണി കമലാപതി തുടങ്ങിയ നായികമാരെ രാജ്യത്തിന് ലഭിച്ചത് ആദിവാസി സമൂഹത്തിൽ നിന്നാണ്. ഗോത്ര സമൂഹത്തെ പ്രചോദിപ്പിച്ച ദുർഗാവതി റാണിയുടെ 500-ാം ജന്മവാർഷികമാണ് രാജ്യം ഇപ്പോൾ ആഘോഷിക്കുന്നത്. രാജ്യത്തെ കൂടുതൽ യുവജനങ്ങൾ തങ്ങളുടെ പ്രദേശത്തെ ആദിവാസി വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിയുകയും അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രാഷ്ട്രത്തിൻ്റെ ആത്മാഭിമാനവും ഉന്നമനവും എല്ലായ്പ്പോഴും പരമപ്രധാനമായി കാത്തുസൂക്ഷിക്കുന്ന ഗോത്രവർഗ സമൂഹത്തോട് രാജ്യം നന്ദിയുള്ളവരാണ്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ ഉത്സവകാലത്ത്, ഈ സമയത്ത് രാജ്യത്ത് കായിക രംഗത്തും കൊടി പാറുകയാണ്. അടുത്തിടെ ഏഷ്യൻ ഗെയിംസിന് ശേഷം പാരാ ഏഷ്യൻ ഗെയിംസിലും ഭാരത താരങ്ങൾ മികച്ച വിജയം നേടിയിരുന്നു. ഈ ഗെയിമുകളിൽ 111 മെഡലുകൾ നേടി ഭാരതം പുതിയ ചരിത്രം സൃഷ്ടിച്ചു. പാരാ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്ന എല്ലാ കായിക താരങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, സ്പെഷ്യൽ ഒളിമ്പിക്സ് വേൾഡ് സമ്മർ ഗെയിംസിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ബെർലിനിലാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന നമ്മുടെ കായിക താരങ്ങൾക്ക് ഈ മത്സരം ഒരു മികച്ച അവസരമാണ്. ഇതിലൂടെ അവരുടെ കായികക്ഷമത പുറത്തുവരുന്നു. ഈ മത്സരത്തിൽ 75 സ്വർണമടക്കം 200 മെഡലുകളാണ് ഇന്ത്യൻ ടീം നേടിയത്. റോളർ സ്കേറ്റിങ്ങോ ബീച്ച് വോളിബോളോ ഫുട്ബോളോ ലോൺ ടെന്നീസോ ആകട്ടെ, ഭാരത താരങ്ങൾ മെഡലുകൾ കൊയ്തെടുത്തു. ഈ മെഡൽ ജേതാക്കളുടെ ജീവിതയാത്ര തികച്ചും പ്രചോദനാത്മകമാണ്. ഗോൾഫിൽ ഹരിയാനയുടെ രൺവീർ സൈനി സ്വർണം നേടി.
കുട്ടിക്കാലം മുതൽ ഓട്ടിസം ബാധിതനായ രൺവീറിനെ സംബന്ധിച്ചിടത്തോളം ഗോൾഫിനോടുള്ള അഭിനിവേശം കുറയ്ക്കാൻ ഒരു വെല്ലുവിളിക്കും കഴിഞ്ഞില്ല. കുടുംബത്തിലെ എല്ലാവരും ഇന്ന് ഗോൾഫ് കളിക്കാരായി മാറിയെന്ന് അവൻ്റെ അമ്മ പോലും പറയുന്നു. പുതുച്ചേരിയിൽ നിന്നുള്ള 16-കാരനായ ടി വിശാൽ 4 മെഡലുകൾ നേടി. ഗോവയുടെ സിയ സരോദെ പവർ ലിഫ്റ്റിംഗിൽ 2 സ്വർണമടക്കം 4 മെഡലുകൾ നേടി. 9-ാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടിട്ടും തളരാൻ അദ്ദേഹം തയ്യാറായില്ല. ഛത്തീസ്ഗഡിലെ ദുർഗ് നിവാസിയായ അനുരാഗ് പ്രസാദ് പവർ ലിഫ്റ്റിംഗിൽ 3 സ്വർണവും 1 വെള്ളിയും നേടിയിട്ടുണ്ട്. സൈക്ലിംഗിൽ 2 മെഡലുകൾ നേടിയ ജാർഖണ്ഡിൻ്റെ ഇന്ദു പ്രകാശിൻ്റെ കഥയാണ് അത്തരത്തിലുള്ള പ്രചോദനാത്മകമായ ഒരു കഥ. വളരെ സാധാരണ കുടുംബത്തിൽ നിന്നാണ് വന്നതെങ്കിലും ദാരിദ്ര്യം തൻ്റെ വിജയത്തിന് മുന്നിൽ മതിലായി മാറാൻ ഇന്ദു അനുവദിച്ചില്ല. ഈ കായിക ഇനങ്ങളിലെ ഭാരത താരങ്ങളുടെ വിജയം ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മറ്റു കുട്ടികൾക്കും കുടുംബങ്ങൾക്കും പ്രചോദനമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ ഗ്രാമത്തിൽ, നിങ്ങളുടെ ഗ്രാമത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ഈ കായിക ഇനത്തിൽ പങ്കെടുക്കുകയോ വിജയിക്കുകയോ ചെയ്ത അത്തരം കുട്ടികളുടെ അടുത്തേക്ക് സ്വന്തം കുടുംബത്തോടൊപ്പം പോകാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അവരെ അഭിനന്ദിക്കുക. ആ കുട്ടികളോടൊപ്പം ചില നിമിഷങ്ങൾ ചെലവഴിക്കുക. നിങ്ങൾക്കൊരു പുതിയ അനുഭവം ഉണ്ടാകും. ദൈവം അവനിലൊരു ശക്തി നിറച്ചിട്ടുണ്ട്. അത് കാണാൻ നിങ്ങൾക്കും അവസരം ലഭിക്കും. ഉറപ്പായും നിങ്ങൾ പോകണം. എൻ്റെ കുടുംബാംഗങ്ങളെ, നിങ്ങളെല്ലാവരും ഗുജറാത്തിലെ തീർത്ഥാടന കേന്ദ്രമായ അംബാജി ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ഇതൊരു പ്രധാനപ്പെട്ട ശക്തിപീഠമാണ്. ഭാരതത്തിൽ നിന്നും വിദേശത്തു നിന്നും ധാരാളം ഭക്തർ മാ അംബയെ കാണാൻ ഇവിടെ എത്തിച്ചേരുന്നു. ഇവിടെ ഗബ്ബർ പർവ്വതത്തിലേക്കുള്ള വഴിയിൽ നിങ്ങൾക്ക് വ്യത്യസ്ത തരം യോഗാസനങ്ങളുടെയും ആസനങ്ങളുടെയും ചിത്രങ്ങൾ ദൃശ്യമാകും. ഈ പ്രതിമകളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? യഥാർത്ഥത്തിൽ ഇവ സ്ക്രാപ്പിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു തരത്തിൽ ജങ്ക് കൊണ്ട് നിർമ്മിച്ചതും അതിശയിപ്പിക്കുന്നതുമായ ശില്പങ്ങളുണ്ട്. അതായത് ഈ പ്രതിമകൾ നിർമ്മിച്ചിരിക്കുന്നത് ഉപയോഗിച്ചതും ജങ്കിൽ വലിച്ചെറിയുന്നതുമായ പഴയ വസ്തുക്കളിൽ നിന്നാണ്. അംബാജി ശക്തിപീഠത്തിൽ മാതൃദേവതയുടെ ദർശനത്തോടൊപ്പം ഈ പ്രതിമകളും ഭക്തരുടെ ആകർഷണ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ഈ ശ്രമത്തിൻ്റെ വിജയം കാണുമ്പോൾ ഒരു നിർദ്ദേശം കൂടി മനസ്സിൽ വരുന്നുണ്ട്. പാഴ്വസ്തുക്കളിൽ നിന്ന് ഇത്തരം കലാശില്പങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന നിരവധി പേർ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഗുജറാത്ത് ഗവൺമെൻറ്റിനോട് ഒരു മത്സരം തുടങ്ങാനും അത്തരക്കാരെ ക്ഷണിക്കാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഗബ്ബർ പർവ്വതത്തിൻ്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഈ ശ്രമം രാജ്യത്തുടനീളമുള്ള വേസ്റ്റ് ടു വെൽത്ത് ക്യാമ്പയിന് ആളുകളെ പ്രചോദിപ്പിക്കും. സുഹൃത്തുക്കളെ, സ്വച്ഛ ഭാരത്, വേസ്റ്റ് ടു വെൽത്ത് എന്നിവയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും എണ്ണമറ്റ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അസമിലെ കാംരൂപ് മെട്രോപൊളിറ്റൻ ജില്ലയിലുള്ള അക്ഷർ ഫോറം എന്ന പേരിലുള്ള ഒരു സ്കൂൾ കുട്ടികളിൽ സുസ്ഥിര വികസനത്തിൻ്റെ മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായി ചെയ്തു വരുന്നു. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാ ആഴ്ചയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നു. ഇത് ഇഷ്ടിക, താക്കോൽ ചെയിൻ തുടങ്ങിയ പരിസ്ഥിതി സൗഹൃദ വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. പുനരുപയോഗം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കൽ, ഇവയിൽ ഇവിടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു. ചെറുപ്രായത്തിൽ തന്നെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം ഈ കുട്ടികളെ രാജ്യത്തിൻ്റെ കർത്തവ്യബോധമുള്ള പൗരന്മാരാക്കുന്നതിന് വളരെയധികം സഹായിക്കും. എൻ്റെ കുടുംബാംഗങ്ങളെ, സ്ത്രീശക്തിയുടെ സാമർഥ്യം കാണാൻ കഴിയാത്ത ഒരു മേഖലയും ഇന്ന് ജീവിതത്തിലില്ല. അവളുടെ നേട്ടങ്ങൾ എല്ലായിടത്തും വാഴ്ത്തപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ചരിത്രത്തിൻ്റെ സുവർണത്താളുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭക്തിയുടെ ശക്തി പ്രകടിപ്പിച്ച ഒരു സ്ത്രീ സന്യാസിയെ കൂടി നാം ഓർക്കേണ്ടതുണ്ട്. ആദരണീയയായ സന്യാസിനി മീരാബായിയുടെ 525-ാം ജന്മദിനമാണ് ഈ വർഷം രാജ്യം ആഘോഷിക്കുന്നത്. പല കാരണങ്ങളാൽ രാജ്യത്തുടനീളമുള്ള ആളുകൾക്ക് അവർ ഒരു പ്രചോദനാത്മക ശക്തിയാണ്. നിങ്ങൾക്ക് സംഗീതത്തിൽ താല്പര്യമുണ്ടെങ്കിൽ മീരാബായി സംഗീതത്തോടുള്ള സമർപ്പണത്തിൻ്റെ മഹത്തായ ഉദാഹരണമാണ്. നിങ്ങൾ കവിതയെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ ഭക്തിയിൽ മുഴുകിയിരിക്കുന്ന മീരാബായിയുടെ ഭജനുകൾ നിങ്ങൾക്ക് മറ്റൊരാനന്ദം നൽകുന്നു. നിങ്ങൾ ദൈവിക ശക്തിയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ മീരാബായിയുടെ ശ്രീകൃഷ്ണനിലെ സ്വാംശീകരണം നിങ്ങൾക്കൊരു വലിയ പ്രചോദനമായി മാറും. മീരാബായി വിശുദ്ധ രവിദാസിനെ തൻ്റെ ഗുരുവായി കണക്കാക്കി. അവർ പറയാറുണ്ടായിരുന്നു, ഗുരു മിലിയ രൈദാസ്, ദീൻ ഹി ഗ്യാൻ കി ഗുഡ് കി. രൈദാസ് എന്ന ഗുരുവിനെ നേടി
അറിവിൻ്റെ ഔഷധം നേടി. രാജ്യത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കും മീരാഭായ് ഇപ്പോഴും പ്രചോദനമാണ്. ആ കാലഘട്ടത്തിലും അവർ തൻ്റെ ആന്തരിക ശബ്ദം കേൾക്കുകയും യാഥാസ്ഥിതിക ആശയങ്ങൾക്കെതിരെ നിലകൊള്ളുകയും ചെയ്തു. ഒരു സന്യാസിനിയായിട്ടും അവർ നമ്മെയെല്ലാം പ്രചോദിപ്പിക്കുന്നു. രാജ്യം പലതരത്തിലുള്ള ആക്രമണങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഭാരതീയ സമൂഹത്തെയും സംസ്കാരത്തെയും ശക്തിപ്പെടുത്താൻ അവർ മുന്നിട്ടിറങ്ങി. ലാളിത്യത്തിന് എത്രമാത്രം ശക്തിയുണ്ടെന്ന് മീരാഭായിയുടെ ജീവിതത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. ഞാൻ വിശുദ്ധ മീരാഭായിയെ വണങ്ങുന്നു. എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഇത്തവണ മൻ കി ബാത്തിൽ ഇത്രയും മാത്രം. നിങ്ങളെല്ലാവരുമായുള്ള ഓരോ ഇടപെടലുകളും എന്നിൽ പുതിയ ഊർജം നിറയ്ക്കുന്നു. പ്രതീക്ഷയും പോസിറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് കഥകൾ നിങ്ങളുടെ സന്ദേശങ്ങളിൽ എന്നെ തേടിയെത്തിക്കൊണ്ടിരിക്കുന്നു. സ്വാശ്രയ ഭാരതം പ്രചരണത്തിന് ഊന്നൽ നൽകണമെന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങുക, ലോക്കലിന് വേണ്ടി വോക്കലാകുക, നിങ്ങളുടെ വീടുകൾ വൃത്തിയായി സൂക്ഷിക്കുക, നിങ്ങളുടെ പ്രദേശവും നഗരവും വൃത്തിയായി സൂക്ഷിക്കുക. നിങ്ങൾക്കറിയാവുന്നതുപോലെ സർദാർ സാഹിബിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 31 രാജ്യം ഐക്യദിനമായി ആഘോഷിക്കുന്നു. രാജ്യത്ത് പലയിടത്തും ഐക്യത്തിനായി റൺ ഫോർ യൂണിറ്റി എന്ന പരിപാടി സംഘടിപ്പിക്കുന്നു. നിങ്ങളും ഒക്ടോബർ 31 റൺ ഫോർ യൂണിറ്റി പ്രോഗ്രാം സംഘടിപ്പിക്കൂ. അത്തരം പരിപാടികളിൽ നിങ്ങളും വൻതോതിൽ ചേരുകയും ഐക്യത്തിൻ്റെ ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തുകയും വേണം. വരാനിരിക്കുന്ന ഉത്സവങ്ങൾക്ക് ഒരിക്കൽ കൂടി ഞാൻ ആശംസകൾ നേരുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സന്തോഷമായി ഉത്സവങ്ങൾ ആഘോഷിക്കൂ. ഏവരും ആരോഗ്യത്തോടെ ഇരിക്കുക, സന്തോഷമായിരിക്കുക. ഇതാണ് എൻ്റെ ആഗ്രഹം. കൂടാതെ ദീപാവലി സമയത്ത് തീപിടുത്തമുണ്ടാകാൻ സാധ്യതയുള്ള അബദ്ധങ്ങൾ ചെയ്യരുത്. ആരുടെയെങ്കിലും ജീവൻ അപകടത്തിലാണെങ്കിൽ നിങ്ങൾ സ്വയം പരിപാലിക്കുകയും മുഴുവൻ പ്രദേശത്തെയും പരിപാലിക്കുകയും വേണം. ഒത്തിരി ആശംസകൾ. വളരെ നന്ദി. മൻ കി ബാത്ത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിൻ്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്.